മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. നിങ്ങൾ ഈ വികസനം എന്നുള്ളത് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? സ്വാമി വിവേകാനന്ദൻ പറയാറുണ്ട്, സങ്കോചിക്കല് നശിക്കലും വികസിക്കല് വളരലുമാണ്. കോൺട്രാക്ഷൻ ഈസ് ഡെത്ത്, എക്സ്പാൻഷൻ ഈസ് ലൈഫ് എന്ന് പറയാറുണ്ട്. ശരിക്കും വികസനം നിങ്ങൾ കാണണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ കാണണം. ഇത് നിങ്ങൾ എല്ലാവരുടെ അടുത്ത് പ്രചരിപ്പിക്കാൻ വേണം കേട്ടോ. ഒന്ന്, ആലപ്പുഴയിലെ കാക്കാഴത്ത് മുസ്ലിം പള്ളിയോട് ചേർന്നുള്ള ഓവർ ബ്രിഡ്ജിനെ ജി സുധാകരൻ എന്ന മന്ത്രി അതിനെ സൗന്ദര്യവൽക്കരിക്കുന്നത് നിങ്ങൾ കാണണം. ആ പാലം പണിതിട്ട് ദശാബ്ദങ്ങളായിട്ടുണ്ട്. ഇപ്പോ അതിൽ കൂടെ ആരും നടക്കാറില്ല, നടക്കേണ്ടി വരാറില്ല. എന്താ കാരണം അറിയോ? സൈഡിൽ അപ്പുറത്തേക്ക് പോകേണ്ടവന് ഇതിന്റെ മുകളിൽ കൂടെ പോയിട്ട് ഇറങ്ങേണ്ട കാര്യമില്ല. സൈഡിൽ കൂടെ വലിയ റോഡുണ്ട്, രണ്ട് സൈഡിൽ കൂടെ റോഡുണ്ട്. മുകളിൽ കയറി താഴത്തേക്ക് ഇറങ്ങുന്ന വിരോധാഭാസം നടന്നു പോകുന്നവരാരും ചെയ്യില്ല. സൈക്കിളുകാര് റോട്ടിൽ കൂടെ പോകുള്ളൂ. ആ കാക്കാഴം പാലത്തിന് ഫുട്പാത്ത് ഉണ്ട്. ആ ഫുട്പാത്ത് ശരിക്ക് ഏതൊരു ഓവർബ്രിഡ്ജിന്റെ ഫുട്പാത്ത് മാതിരിയാണ്. പക്ഷേ ഏതാണ്ട് ഒരു വർഷം മുമ്പ് ഹൈ ക്വാളിറ്റി കോൺക്രീറ്റ് രണ്ട് സൈഡിലും മനുഷ്യർ നടക്കാത്ത ഫുട്പാത്തിൽ ഹൈ ക്വാളിറ്റി കോൺക്രീറ്റ് ഇട്ടു. പിന്നെ അതിനെ മുഴുവനും ഭംഗിയായിട്ട് നമ്മുടെ അടുക്കളയിലെ നിലം ശരിയാക്കുന്ന മാതിരി ശരിയാക്കി. അത് കഴിഞ്ഞിട്ട് ഹൈ ക്വാളിറ്റി ഇന്റർലോക്ക് ബ്രിക്ക് സിമന്റ് ഇട്ട് അതിന്റെ പുറത്തിട്ടു. അത് കഴിഞ്ഞിട്ട് അതിന്റെ പുറത്ത് അസാധാരണ ക്വാളിറ്റിയിൽ പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം ഞാൻ ഞങ്ങൾ പോയപ്പോൾ കണ്ടതാണ്. ആ പാലത്തിനെ പൂജിക്കുന്നത് കണ്ടാൽ ഒരു മനുഷ്യനും നടക്കാനില്ലാത്ത പാലാണ്. ഒരാളും അതിൽ കൂടെ നടക്കില്ല, നടക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടാണ് നടക്കില്ല എന്ന് ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് പാലത്തിന് കുഴപ്പമുണ്ടായിട്ടല്ല നടക്കില്ല എന്ന് പറഞ്ഞത്. ചുവട്ടിക്കൂടെ അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യാം. സൈക്കിളായാലും സ്കൂട്ടറായാലും ഓട്ടോ ആയാലും കാറായാലും ബസ്സായാലും ഫുട്പാത്തിലൂടെ അല്ല പോകുന്നത്, അത് റോട്ടിലൂടെയാണ് പോകുന്നത്. അപ്പൊ ഈ ശരിക്ക് കമ്പികൾ നമ്മുടെ വീടിന്റെ മുകളിലുള്ള റൂഫ് ചെയ്യുന്ന മാതിരി കമ്പികൾ ഇട്ടാണ് ആ ഫുട്പാത്ത്, ഒരു മനുഷ്യനും നടക്കാത്ത ഫുട്പാത്തില് കോൺക്രീറ്റ് ഇട്ടിരിക്കുന്നത്. ഞങ്ങൾ കമ്പികളൊക്കെ ഇടുന്ന കണ്ടപ്പോൾ ഷോക്ക് അടിച്ചു പോയി. വെറുതെ കോൺക്രീറ്റ് ഇട്ടാൽ ഒരു പ്രശ്നമില്ല. ഭൂമി കുലുക്കം വരുന്ന ഹിരോഷിമയിലോ നാഗസാക്കിയിലോ ഹോക്കൈഡോയിലോ ഷിപ്പുവിലോ ഒന്നുമുള്ള പാലം അല്ലാതെ ആണെങ്കിൽ തന്നെ അതിനേക്കാളും വലിയ നല്ല പാലങ്ങളിൽ ഒന്നും ഇല്ലാത്തതാണ് ഇതിലുള്ളത്. ഇപ്പൊ അതിൽ പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു സുധാകരൻജിക്ക് ഒരു മകളുണ്ടായിരുന്നെങ്കിൽ ആ മകളുടെ കല്യാണത്തിന് ആ മകളെ അണിയിച്ചൊരുക്കുന്നതിന്റെ 10,000 ഇരട്ടി ഗവൺമെന്റ് ചെലവിൽ ഗവൺമെന്റ് പൈസ കൊണ്ട് മനുഷ്യര് നടക്കാത്ത ഒരു കാക്കാഴം പാലത്തിൽ തൊട്ടടുത്ത് മുസ്ലിം പള്ളി ഉണ്ട് എന്നുള്ള ഒറ്റ കാരണത്താലാവാനാണ് സാധ്യത. ഇദ്ദേഹം മുസ്ലിം പള്ളിയുള്ള സ്ഥലങ്ങളുടെ മുമ്പിലൊക്കെ റോഡ് ഇന്റർലോക്ക് ബ്രിക്കിടുന്നതും കണ്ടു. മറ്റ് പല ആലപ്പുഴയിലെ പല സ്ഥലത്തും അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തില്. മനുഷ്യൻ നടക്കാത്ത ഈ പാലത്തില്, നടക്കേണ്ട ആവശ്യം വരാത്ത പാലത്തിൽ എന്നർത്ഥാണോ ഉദ്ദേശിച്ചത്? എന്തൊരു ഡെക്കറേഷനാ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് നടക്കുന്നത്. അതൊന്ന്. 2, ഞാൻ തൃശ്ശൂര് കുറ്റൂര് എന്ന് പറയുന്ന ഒരു അമ്പലത്തിലേക്ക് കഴിഞ്ഞ ഞായറാഴ്ച പോയിരുന്നു. എനിക്ക് വളരെ അത്ഭുതം തോന്നിയത്, MLA റോഡ് എന്നൊരു റോഡുണ്ട് അവിടെ. പൂന്താനത്തിൽ നിന്ന് തൃശ്ശൂരില് അവിടെ സിറ്റിയുടെ നടുക്കിൽ നിന്നാണ് പൂന്താനം എന്തുകൊണ്ട് അവിടെ നിന്ന് ഈ കുറ്റൂർ അമ്പലത്തിലേക്ക് ഏതാണ്ട് 2.5 കിലോമീറ്റർ ദൂരമുണ്ട്. ആ 2.5 കിലോമീറ്ററിന്റെ 2 സൈഡിലും ഫുള്ളായിട്ട് വയലുകളാണ്. 1-2 വീടാണ് ഈ 2.5 കിലോമീറ്ററിലുള്ളത്, ചെറിയ വീടുകൾ. പക്ഷെ അവിടെയൊക്കെ കാറും ഉണ്ട്. ആ റോഡിന്റെ MLA റോഡിന്റെ സൈഡില് ഫുട്പാത്തില് ഇന്റർലോക്ക് ബ്രിക്ക് ഇട്ടിരിക്കുന്ന കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. MLA ഫണ്ടിലോ മറ്റോ ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. ആ 2.5 കിലോമീറ്റർ ഞങ്ങൾ വണ്ടിയിൽ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴും, അങ്ങോട്ട് പോകുമ്പോൾ 2 പേരാണ് നടക്കുന്നത് കണ്ടത്. ഇങ്ങോട്ട് വരുമ്പോൾ അതിലൂടെ ആരും നടക്കുന്നത് കണ്ടില്ല. അപ്പൊ എനിക്ക് അത്ഭുതം തോന്നി. ഒരു മനുഷ്യനും നടക്കാത്ത സ്ഥലത്ത് ഫുട്പാത്തിൽ ഹൈ ക്വാളിറ്റി ഇന്റർലോക്ക് ബ്രിക്കിട്ട് സിമെന്റ് ഇട്ട്
ലക്ഷോപലക്ഷങ്ങൾ ചെലവാക്കുക. എന്നാൽ മനുഷ്യൻ നടക്കുന്ന സ്ഥലത്തെ റോഡുകളുടെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ അതിവിചിത്രമാണ്. കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഞാൻ ജി സുധാകരൻ സാറിനെ അഭിനന്ദിച്ചിരുന്നു നമ്മുടെ റോഡുകളുടെ കണ്ടീഷൻ കണ്ടിട്ടാണ്. ഇപ്പോ അതിന് നേരെ ഓപ്പോസിറ്റാണ്. ചില സ്ഥലത്തെ കുഴികളിലൊക്കെ എൻ്റെ കാറ് വീണ് കഴിഞ്ഞാൽ ആക്സിൽ പോലും ഓടിച്ചു പോകുന്ന രീതിയിലാണ്. ഇപ്പൊ തൃശ്ശൂർ ടൗണിൽ നിന്ന് ഒരു അല്പം ദൂരെ മാറി നേരെ ഓപ്പോസിറ്റ് പോകുന്ന ദേശാഭിമാനിയും അതുപോലെ ഗോപു നന്ദിലത്തിൻ്റെയൊക്കെ ഇതുള്ള സ്ഥലത്ത് നിന്ന് കുറ്റൂരിലേക്ക് പോകുന്ന വഴിക്കുള്ള MLA റോഡ് എന്നറിയപ്പെടുന്നത് കണ്ട് എനിക്കത് തോന്നിയെന്ന് മാത്രമല്ല, ഞങ്ങൾ ഈ അമ്പലത്തിൽ ചെന്ന് സംസാരിക്കുമ്പോൾ പറഞ്ഞു, സാറേ എന്തൊരു ഭാഗ്യ, നിങ്ങളുടെ അമ്പലത്തിലേക്ക് ഈ 2.5 കിലോമീറ്റർ അമ്പലത്തിന് അടുത്ത് വരെ, അമ്പലത്തിലേക്കില്ല കേട്ടോ, അടുത്ത് വരെ ഇന്റർലോക്ക് ബ്രിക്കൊക്കെ ആയിട്ട് എന്ത് കസറിച്ചിരിക്കുന്നു. സാറേ ഗവൺമെന്റ് പൈസ എങ്ങനെ നശിപ്പിക്കാമെന്നറിയണമെങ്കിൽ ഇത് മാത്രം അറിഞ്ഞാൽ മതി എന്നാണ് അവർ പറഞ്ഞത്. കാരണം ഒരാൾ നടക്കാനില്ല അതിൽ കൂടെ. ഇവരിത് പറഞ്ഞ വാക്യാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഗവൺമെന്റിന്റെ പ്രോജക്റ്റുകൾ വികസനം എന്ന പേരിൽ, ഒന്ന് കാക്കാഴം പാലം, 2 കുറ്റൂരിലേക്കുള്ള ടൗണിൽ നിന്ന് കുറ്റൂരിലേക്കുള്ള ഈ 2.5 കിലോമീറ്റർ റോഡിന്റെ സൈഡിൽ 2 സ്ഥലത്തിട്ടിരിക്കുന്ന ഇന്റർലോക്ക് ബ്രിക്കും ഒരു മനുഷ്യനും യാത്ര ചെയ്യാനില്ലാത്ത സ്ഥലത്തെ, അപ്പുറത്തിപ്പുറത്തും വയലായതുകൊണ്ടാണ്, അവിടെയൊക്കെ വീടുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെയൊക്കെ ആൾക്കാർ വരുമായിരുന്നു. അതേപോലെ വേറൊരെണ്ണം കൂടിയുണ്ട്, ചങ്ങനാശ്ശേരിയിലേക്ക് കടക്കുന്ന വഴിക്ക്, തെങ്ങണ വഴിക്ക് ഒരു മനുഷ്യനും യാത്ര ചെയ്യാനില്ലാത്തയിടത്ത് 2 സൈഡിലും ഇന്റർലോക്ക് ബ്രിക്കിട്ടിരിക്കുന്ന കാണാൻ സാധിക്കും. ആയിരങ്ങളും 10,000ങ്ങളും നടക്കുന്ന സ്ഥലത്ത് എത്ര വികൃതമായിട്ട് റോഡ് സൈഡിലെ ഫുട്പാത്ത് ഉള്ളപ്പോൾ ഒരു മനുഷ്യനും നടക്കാൻ, അല്ലെങ്കിൽ 1/2 ഡസൻ ആൾക്കാർ ഒരു ദിവസം നടക്കാനുള്ള സ്ഥലത്ത് ഈ വികസനം അങ്ങോട്ട് കൂരി ചെരിയുന്ന കാഴ്ച എനിക്ക് അത്ഭുതം തോന്നിയിരുന്നു സത്യത്തിൽ. നിങ്ങളതൊന്ന് നോക്കണം. നമ്മുടെ നാടിൻ്റെ ഗതികേട്, ചിലർ ഭരിക്കുന്നവര്, ചിലർ പറയുന്നവര്, ചിലർ ചെയ്യുന്നവര്, ചിലർ ചില വീക്ഷണം വെച്ച് പുലർത്തുന്നവര്, ഇവരൊക്കെയാണ് ചിലപ്പോൾ നമ്മളുടെയൊക്കെ ഇതേമാതിരി തന്നെ പൈസ വേസ്റ്റാക്കിയിട്ട് വികസിപ്പിക്കുന്നവർ. ഏതായാലും നമ്മളുടെ വികസനത്തിൻ്റെ രൂപരേഖ കാണണമെങ്കിൽ ഇതേമാതിരിയുള്ള ചിലത് കണ്ടാൽ മതി. കാക്കാഴം പാലം, കുറ്റൂരിലേക്ക് തൃശ്ശൂർ ടൗണിൽ നിന്ന് കഷ്ടിച്ച് 2.5 കിലോമീറ്റർ ദൂരം, ആ ദൂരം മുഴുവനിട്ടിരിക്കുന്ന ഇന്റർലോക്ക് ബ്രിക്ക്, അതുപോലെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ബസ്സുകൾ മാത്രം പോകുന്ന, മനുഷ്യൻ നടക്കേണ്ട ആവശ്യമില്ലാത്ത വഴിയിലൂടെ കൂടെ ഇട്ടിരിക്കുന്ന ഇന്റർലോക്ക് ബ്രിക്ക്, ഇതൊക്കെ ഇടുന്നവരും ഇടണമെന്ന് തീരുമാനിക്കുന്നവരും അവിടെ എത്ര ആൾക്കാർ നടക്കുന്നുണ്ടെന്ന് കൂടി, എത്ര ആൾക്കാർക്ക് പ്രയോജനപ്പെടുമെന്ന് കൂടി ഒന്ന് വിചാരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായേനെന്ന് വിചാരിക്കാറുണ്ട്. പ്രണാമം, നമസ്കാരം.